മഴയെ പിടിക്കാതെ മണിതൻ. പേരൊക്കെ കേട്ടപ്പോൾ ഒരു രസമൊക്കെ ഉണ്ടല്ലേ. സിനിമ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വിജയ് മിൽട്ടൺ സംവിധാനം ചെയ്ത് വിജയ് ആന്റണി, ശരത് കുമാർ, മേഘ ആകാശ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ പുതിയ ചിത്രമാണ് മഴയെ പിടിക്കാതെ മണിതൻ. അപ്പം സിനിമ എങ്ങനെ ഉണ്ടെന്ന്. പേരൊക്കെ കേട്ടിട്ടാണ് സിനിമയ്ക്ക് ഞാൻ കയറിയിട്ടുള്ളത്. ഏകദേശം ഞാനിങ്ങനെ പേര് കേട്ട് സിനിമയ്ക്ക് കയറുന്നൊരു ആളല്ല. കാരണം അതിലെ ആക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചിലപ്പം സിനിമയ്ക്ക് കയറാനുള്ളത്. ആക്ടേഴ്സിൻ്റെ പേര് കേട്ടിട്ടൊക്കെയാണ്. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് തന്നെയായിരുന്നു മഴയെ പിടിക്കാതെ മണിതൻ. എന്തുകൊണ്ട് ഈ ഒരു പേര് ഈ സിനിമയ്ക്ക് ഇട്ടെന്ന് ഇതിൻ്റെ ഡയറക്ടറോട് പോയി ചോദിക്കണം. കാരണം ഒരു കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ കാണിക്കുന്ന ഒരു സംഭവങ്ങളുണ്ട്, ചവറ് രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ. എന്താ പറയുക, മറ്റേ ഗ്യാങ്സ്റ്റേഴ്സ് സംഭവം തന്നെയാണ് ഇതിലും പിടിച്ചിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ലാത്ത സാധനം. നമ്മൾ ഈ ആദവനിലൊക്കെ കണ്ട് ശീലിച്ച, സൂര്യയുടെ ആദവൻ സിനിമയിലൊക്കെ കണ്ട് ശീലിച്ച അതേ പാറ്റേൺ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമയെന്ന് കൂടി പറയാം. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, സ്ക്രിപ്റ്റിനകത്തൊന്നും വലിയ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഡയറക്ടർ ഇതിനു വേണ്ടി നടത്തിയിട്ടില്ല. കുറേ മേക്കിംഗ് രീതിയിൽ നല്ല രീതിയിൽ പിടിച്ചെടുത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മേക്കിംഗ് മാത്രമേ ഉള്ളൂ. സ്ക്രിപ്റ്റ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വിജയ് ആന്റണിയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. സൂപ്പറായിട്ട് തന്നെ വിജയ് ആന്റണി ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയാതെ ഏതൊരു ക്യാരക്ടർ കിട്ടിയാലും നല്ല സൂപ്പറായി തന്നെ പെർഫോം ചെയ്യും. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായി ചെയ്യും. ശരത് കുമാറും അതുപോലെ തന്നെയാണ്, സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒത്തിരി, അതായത് നമ്മൾ കണ്ട് ശീലിച്ച സാധനം സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ചവറ് സാധനം എന്നുകൂടി പറയാം. കാരണം നമ്മൾ ഇതേ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഗ്യാങ്സ്റ്റർ ഫീലപ്പ് വരുന്ന ഒരു സിനിമകൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. എന്തായാലും സ്റ്റോറി ഞാനിവിടെ വെളിപ്പെടുത്തുന്നത്, നിങ്ങൾ കണ്ടു നോക്കുക. സ്റ്റോറി എന്ന് പറയാൻ ഒന്നുമില്ല, എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല ഈ സിനിമയെക്കുറിച്ച്. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല. ചിലപ്പം ഈ ഗ്യാങ്സ്റ്റർ രീതിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വർക്കായേക്കാം. പക്ഷേ എനിക്കിത് വർക്കായിട്ടില്ല. കാരണം ഇത് ഞാൻ ഒരുപാട് സിനിമകളിൽ ഇത്തരത്തിലുള്ള പാറ്റേൺ രീതിയിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പം വിജയ് ആന്റണി വരുമ്പോൾ ഒരു പ്രത്യേകത, ആന്റണിയുടെ സിനിമ വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രത്യേകത അതിലുണ്ടാവും. കാരണം അദ്ദേഹത്തിന് നല്ലൊരു സ്ക്രിപ്റ്റ് ബഡ്ജറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് സിനിമ ചെയ്യുന്നത്. ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ രക്തം എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ കോടീശ്വരൻ, പിന്നെ കൊലൈക്കാരൻ എന്നൊക്കെ പറയുന്ന അടിപൊളി സിനിമകളുണ്ട്. ആ സിനിമകളിലൊക്കെ ഈ സ്ക്രിപ്റ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഈ സ്ക്രിപ്റ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയൊന്നും അല്ല ഇത്. കാരണം നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത ഒരു സാധനമാണ്. കാരണം ഒരു നായകൻ എന്ന് പറയുന്നത് നമ്മുടെ വിജയ് ആന്റണി തന്നെ. വിജയ് ആന്റണിയുടെ ഒരു ഗ്യാങ്സ്റ്ററാണ്. അദ്ദേഹം തോക്കൊക്കെ പിടിച്ച്, അതായത് ഒരു സംരക്ഷിക്കാനായി ഇങ്ങനെ പോവുകയാണ് ഒരാൾ. എന്തായാലും നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കുറേ സോങ്ങൊക്കെ ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആ സോങ്ങൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ സ്ക്രീനിലോട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ, പിന്നെ മേക്കിംഗ് രീതി വെച്ച് നമ്മുടെ വിജയുടെ പടം ഒക്കെ കണ്ട ഒരു ഫീലിംഗ് തന്നെ ഉണ്ടായിരുന്നു. മേക്കിംഗ് രീതി വെച്ച് തന്നെ. കാരണം അങ്ങും ഇങ്ങുമൊക്കെ കുറേ ക്യാമറ വെച്ച് കുറേ ഷോട്ട്സുകൾ എന്തായാലും ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും അതിനകത്ത് വലിയൊരു കയ്യടി കൊടുക്കാം ഡയറക്ടർക്ക്. പിന്നെ പറയാമല്ലോ, നമ്മൾ ഈ സ്ഥിരം ക്ലീശ സാധനം എപ്പോഴും വന്നാൽ നമുക്കങ്ങ് ബോറടിക്കും. കാരണം സിനിമ കാണാനായിട്ട് എന്തെങ്കിലും വേണ്ടായോ. സത്യം പറഞ്ഞാൽ കാണുന്ന ആൾക്ക് നിരാശ തന്നെ എന്ന് പറയാം. മഴയെ പിടിക്കാതെ മണിതൻ 2.5 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ബോറടിച്ചേക്കാം. എനിക്കെന്തായാലും ഒരു ബോറടി പോലെയാണ് തോന്നിയത്. അത് തന്നെയാണ് ഞാൻ നെഗറ്റീവിന് കൊടുത്തത്. കാരണം പ്രത്യേകിച്ച് ഒന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടില്ല. ചുമ്മാ ഇങ്ങനെ കണ്ട് ഇരിക്കാം എന്നല്ലാതെ കഥയ്ക്ക് വലിയ പ്രാധാന്യം വന്നിട്ടില്ല. എന്തായാലും കഥയ്ക്ക് നല്ല സ്ക്രിപ്റ്റ് കൊടുത്തെങ്കിൽ സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങിയേനെ. അതിനുള്ളൊരു ശ്രമവും ഡയറക്ടർ നടത്തിയിട്ടില്ല. എടുത്തു പറയാലോ, വിജയ് ആന്റണി ഈസ് എ അടിപൊളി ആക്ടറും കൂടിയാണ് അദ്ദേഹം. കാരണം എനിക്കറിയാം, ഞാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ. അതായത് പേര് കേട്ടിട്ടാണ് ഞാൻ ഈ സിനിമ കയറുന്നത്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, പേര് കേട്ടപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല എൻഗേജ്ഡ് ആകുമെന്ന് വിചാരിച്ചു. കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം എൻഗേജ്ഡ് ആകുന്ന രീതിയിലേക്കൊക്കെ പോയി. പിന്നീട് അവർക്ക് വളരെ രീതിയിൽ ആ കഥാപാത്രങ്ങൾ തന്നെ നമ്മളെ അങ്ങ് സ്ലോ ആക്കി വേറൊരു രീതിയിലേക്ക് പോയി. അത് തന്നെയാണ് സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പാളിച്ച. എന്തായാലും മഴയെ പിടിക്കാതെ മണിതൻ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താരം ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.